അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. നിങ്ങളുടെ പേരൊന്ന് പറയട്ടെ ആദ്യം. മുഹമ്മദ് അമീൻ. മുഹമ്മദ് അമീൻ. അമീൻ. ആ, അമീൻ എവിടുന്ന വരുന്നത്? അൽവാസൽ വില്ലേജ്. വിവാസം. ആ, ഓക്കെ. നാട്ടിലെവിടെയാ? നാട്ടില് കൊണ്ടോട്ടി. കൊണ്ടോട്ടി. ആ, കൊണ്ടോട്ടിക്ക് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ. കൊണ്ടോട്ടിയില് നാട്ടിലേക്കെല്ലാം പോവാൻ നല്ല സുഖമല്ലേ? നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് വേഗം പോവാ അല്ലേ? എത്ര മിനിറ്റ് കൊണ്ട് എത്തും വീട്ടിലേക്ക് ഫ്ലൈറ്റ് ഇറങ്ങിയാല്? ഒരു മണിക്കൂർ എടുക്കുവാ കൊണ്ടോട്ടിയിലേക്ക് പോവാൻ. അപ്പൊ എയർപോർട്ടിൽ നിന്ന് പുറത്തെത്താൻ ചിലപ്പോ ഉപയോഗിക്കും. അവിടെ നിന്ന് എത്താൻ അത്ര സമയം വേണ്ടി വരില്ല. ഓക്കെ. ഇവിടെ ഏത് സ്കൂളിലാ? അതെവിടാണ്? കേട്ടില്ല. ഓൺലൈൻ ക്ലാസ്. ഏത് ഗ്രേഡാണ് നിങ്ങൾ പഠിക്കുന്നത്? തേർഡ്. ഓക്കെ. മുഹമ്മദ് അമീൻ. നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വേറൊരു പേരുണ്ടായിരുന്നു. ആദ്യം നാട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നൊരു പേര് എന്തായിരുന്നു? നിങ്ങളുടെ പേരായിട്ട് ബന്ധപ്പെട്ട പേര്? അൽ അമീൻ അല്ലേ? ഓക്കെ. മാഷാ അല്ലാഹ്. അപ്പോ മദ്രസ ഉണ്ടോ ഓൺലൈനില്? മദ്രസ നടത്തുന്നു. എവിടെ? റാഷിദ് സെന്ററിലാണോ? മാഷാ അല്ലാഹ്. അവിടെ ഏത് ഗ്രേഡില്? സെക്കൻഡ് ഗ്രേഡ്. സ്കൂളില് ഫോർത്ത്. തേർഡ്. ഓക്കെ. മാഷാ അല്ലാഹ്. അപ്പൊ നിങ്ങള് നല്ലൊരു പാട്ട് പാടുന്നാണ് ഇപ്പൊ പറയുന്നത്. അതെന്താ? പിന്നെന്താ അവതരിപ്പിക്കാൻ പോകുന്നത്? സൂറ ഓതാനാ? നല്ലൊരു പാട്ടൊക്കെ പാടാനൊക്കെ പറ്റും വിചാരിച്ചാല്. അറിയില്ലാന്നൊന്നും. നല്ല പാട്ടൊക്കെ പാടില്ല നിങ്ങള്. എന്നുവെച്ചാ നിങ്ങളെ സൂറത്ത് ഏത് സൂറത്ത് ഓതാൻ പോന്നെ? സൽസല. മാഷാ അല്ലാഹ്. എത്ര സൂറത്ത് അറിയാം നമുക്ക്? 20 സൂറത്തോളം അറിയാം. മാഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ സ്പീഡ് കൂട്ടിയിട്ട് എന്ത് ചെയ്യണം? കുറെ ഹിഫ്ള് ആവണം അല്ലേ? ഫുള്ള് ഹിഫ്ള് ആക്കൂലേ ഖുർആന്? മാഷാ അല്ലാഹ്. നിങ്ങൾക്കൊക്കെ പെട്ടെന്ന് കയ്യപ്പതേ തുടങ്ങിയാല്. മാഷാ അല്ലാഹ്. അപ്പോ സൂറത്ത് സൽസല നമുക്ക് വേണ്ടി മുഹമ്മദ് അമീനാണ് ഓതാൻ പോകുന്നത്. ഒതുക്കും. ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. മാഷാ അല്ലാഹ്. മാഷാ അല്ലാഹ്. നല്ല തജ്വീദിലാണ് നിങ്ങൾ ഓതുന്നത്. എന്തായാലും മുഹമ്മദ് അമീന്റെ ഖുർആന്റെ സൈറ്റേഷൻ മാഷാ അല്ലാഹ് ഉഷാറാണ്. ഇനി കൂടുതൽ സൂറത്തൊക്കെ പഠിക്കണം. ഓക്കെ. ഖുർആനിൽ എത്ര സൂറത്തുണ്ട്? 114 സൂറത്തുണ്ട്. അതിൽ നമ്മൾ 20-ലധികം സൂറത്ത് ഇപ്പോൾ തന്നെ കഴിഞ്ഞ് 100-ൽ താഴെ പഠിക്കാനുണ്ട്. പക്ഷെ കുറച്ച് വലിയ സൂറത്തൊക്കെ ഉണ്ട്. പക്ഷെ എന്താ വെച്ചാൽ നമ്മൾ ചെറിയ സൂറത്ത് ഇങ്ങനെ സ്പീഡിൽ പഠിച്ചുകൊണ്ട് പോയാൽ അങ്ങനെ അത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാൻ പറ്റും. മദ്രസന്റെ ഹിഫ്ളിനെ വെയിറ്റ് ചെയ്യാണ്ട് തന്നെ എന്ത് ചെയ്യുക? കുറച്ച് സ്പീഡിൽ എന്ത് ചെയ്യുക? ഹിഫ്ളാക്കി തുടങ്ങി അല്ലേ? മാഷാ അല്ലാഹ്. നിസ്കാരമൊക്കെ കറക്റ്റ് നിസ്കരിക്കൂലേ? ഓക്കെ. എത്ര സുന്നത്ത് നിസ്കാരമുണ്ട് ഫർദ് കൂടാണ്ട് ദിവസം? 5 ഫർദ് നിസ്കാരങ്ങളുണ്ട്. എൻ്റെ മുന്നേ ബാക്കിലൊക്കെ ആയിട്ട് കുറേ റക്കാത്ത് നമ്മള് എത്ര റക്കാത്തോളം ഉണ്ട് നമുക്ക് സുന്നത്ത് നിസ്കാരങ്ങൾ? ഫജറിന്റെ മുമ്പാണോ ശേഷമാണോ ഉള്ളത്? അതൊക്കെ നമുക്ക് പഠിക്കാം. നിങ്ങൾ അത്ര ആയിട്ടുള്ളൂ. ഇൻഷാ അല്ലാഹ് 2-ലെത്തിയിട്ടില്ലല്ലോ.
അതെല്ലാം പഠിപ്പിച്ചു തരും. ആറുപ്രാവശ്യം സെന്ററിൽ നിന്ന് ഒക്കെ കൃത്യമായിട്ട് പഠിക്കും. അപ്പോൾ ഇൻഷാ അപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ എന്തുണ്ട്, നമ്മളെന്ത് ചെയ്യണം, അത് നിസ്കരിക്കണം കേട്ടോ. ഓരോന്ന് പഠിക്കുന്നതിനനുസരിച്ച് അത് എന്ത് ചെയ്യണം, ഫോളോ ചെയ്യണം അല്ലേ? ഫോളോ ചെയ്യില്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പോൾ സ്കൂളിൽ ഏതൊക്കെ സബ്ജക്റ്റ് പഠിക്കുന്നുണ്ട്? എല്ലാ സബ്ജക്റ്റും നല്ല ഉഷാറായിട്ട് പഠിക്കുമോ? സെക്കൻഡ് ലാംഗ്വേജ് ഏതാ? ഹിന്ദിയാണോ, മലയാളമാണോ, ഫ്രഞ്ചാണോ? ഇംഗ്ലീഷ് എന്തായാലും മെയിനായിട്ട് പഠിക്കുന്നുണ്ടാവുമല്ലോ. ഹിന്ദി പഠിക്കുന്നുണ്ടോ? ഹിന്ദി പഠിക്കുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാ സബ്ജക്റ്റും എല്ലാം ഇതാക്കണം, പഠിക്കണം. ഇവിടുന്ന് ഏത് ബുക്ക് വാങ്ങിയാ? ഏത്? ഓർമ്മയില്ല. ഇൻഷാ അല്ലാഹ് അത് വായിച്ചാൽ അത് ഓർമ്മ ഉണ്ടാവും. അപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മൈൻഡിലുണ്ടാവും. ഇൻഷാ അല്ലാഹ്. അപ്പോൾ നല്ലോണം വായിക്കുക. എല്ലാ പുസ്തകങ്ങള് വെറുതെ അവിടെ കൊണ്ടേ വെക്കൂലല്ലോ, നിങ്ങൾ വായിക്കൂലേ? മാഷാ അല്ലാഹ്. ഉഷാറാണ് ആള്. അപ്പോൾ ഏത് ലാംഗ്വേജിലുള്ള പുസ്തകം അപ്പോൾ വാങ്ങിയേ? ഇംഗ്ലീഷാണ്. ഓക്കെ. അപ്പോൾ ഇംഗ്ലീഷിലെ പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ആളാണ് മുഹമ്മദ് അമീൻ. ഓക്കെ. അപ്പോൾ അതെന്തായാലും തുടരുക. പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങുക. വാങ്ങിയിട്ടത് വായിക്കണം അല്ലേ? ഷെയർ ചെയ്യുക ആൾക്കാരായിട്ട്. അതിലുള്ള നമ്മളെ മതപരമായ പുസ്തകങ്ങളാണ് വായിക്കുന്നതെങ്കിൽ അതിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുകയും കൂടെ ചെയ്യണം. ഓക്കെ. മാഷാ അല്ലാഹ്. അള്ളാഹു ഖുർആനൊക്കെ നമ്മൾ പഠിക്കാനും ഇൽമൊക്കെ നേടാനും അത് പ്രാപ്തിയാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പീസ് റേഡിയോ, ട്യൂൺ ടു റിയാലിറ്റി. ഓക്കെ. പീസ് റേഡിയോയിൽ നമ്മളെ മുന്നിലുള്ള ആരാണെന്ന് പരിചയപ്പെടുത്തൂ. ഷഹല ആണല്ലോ അല്ലേ? ഷഹല UAE എവിടെയാ താമസിക്കുന്നത്? ഷാർജയില്. അറിയില്ല. നമ്മൾ പഠിക്കാം. ഷാർജയിൽ വന്നിട്ട് എത്രയായി? കുറേ ആയി. എന്നിട്ട് സ്ഥലം അറിയില്ല. ഷാർജയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ഏതാണ്? എവിടെ പോകാനാണ് ഇഷ്ടം? പേരെന്തായിരുന്നു ഒന്നും കൂടെ പറഞ്ഞേ? ഷഹല. അപ്പൊ ഷഹല എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3ാം ക്ലാസ്സിലാണ് അല്ലേ? ഓക്കെ. സോ പീസ് റേഡിയോയുടെ ഈ സ്റ്റുഡിയോയിലേക്ക് ഷഹലക്ക് സ്വാഗതം. ഓക്കെ. ഷഹലയുടെ ഓരോ പരിപാടികൾ ഷഹല പാടുന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? ഈ പാട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നിങ്ങളെ പാട്ടൊന്ന് കേൾക്കട്ടെ, എന്നിട്ട് നമുക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ നിങ്ങളൊന്നും അറിയാനുണ്ട്. നിങ്ങൾ പാടിക്കോളി. يا من صليت بكل الأنبياء، يا من في قلبك رحمة للناس، عسى من نورت قلوبنا بالإسلام، يا حبيبي يا شفيعي يا رسول الله، بأمي وأبي فديتك سيدي، صلاة وسلام عليك يا نبي حبيبي يا محمد، أتيت بالسلام والهدى محمد، حبيبي يا محمد، أتيت بالسلام والقرآن محمد. أيها ما شاء الله ما شاء الله ما شاء الله. നല്ല രീതിയിൽ നമ്മൾ അറബി ഗാനം ആലപിച്ചിട്ടുണ്ട്. ആരെക്കുറിച്ചാണ് ഈ ഗാനം? ഇസ്ലാമിക് റേഡിയോ. ആരെ പറ്റിയിട്ടാണ് നിങ്ങൾ പാടിയതെന്ന് അറിയാം? അവസാനങ്ങൾ പറഞ്ഞല്ലോ ആരെക്കുറിച്ചോ? അവസാനത്തെ വരിയില് ഹബീബിന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് പറഞ്ഞു. ഓക്കെ. അപ്പോ നല്ല രീതിയിൽ പാടി. അപ്പോ സ്കൂളിൽ നിന്നൊക്കെ പാട്ടിലൊക്കെ പങ്കെടുക്കലുണ്ടോ? ചെറുതായിട്ടാ? എന്താണ് ഫുള്ളായിട്ട് പങ്കെടുക്കലുണ്ട്?
സിംഗിങ് നല്ല പാടുന്നുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്. പക്ഷെ സ്കൂളിൽ 3-4 വർഷമൊക്കെ കാരണം ഡാൻസിനൊക്കെ സെലക്റ്റഡ് ആയിട്ട്. അപ്പൊ നല്ല ഇങ്ങനത്തെ പാട്ടൊക്കെ പാടുന്നത് നല്ല ഉഷാറാണല്ലോ. അപ്പൊ ഒന്നും കൂടി പാട്ടിലൊക്കെ എന്ത് ചെയ്യാ, ട്രെയിനിങ്ങിനൊക്കെ ഒന്ന് പോയാല് നല്ലവണ്ണം പങ്കെടുക്കാനൊക്കെ പറ്റും. ഇൻഷാ അല്ലാ. അപ്പോ പിന്നെ സ്കൂളിൽ എത്ര ഗ്രേഡ് 3-യാ? ഓക്കെ. പിന്നെ വേറെ ഏത് സബ്ജക്റ്റിലുള്ള ഏത് പരിപാടി ആക്ടിവിറ്റീസിലൊക്കെ പങ്കെടുക്കലുണ്ടോ? ഏത് ഇംഗ്ലീഷിന്റെ ഏത് പരിപാടിയിലാ അപ്പൊ പങ്കെടുത്തങ്ങള്? ഡാൻസിനും പാട്ടിനും പിന്നെ ഒരു സ്പീച്ചൊക്കെ പറയൂ? മാഷാ അല്ലാ. അപ്പൊ സ്പീച്ചിന്റെ എന്തെങ്കിലും ഇപ്പൊ നമ്മളോടൊന്ന് പറയുങ്ങള് ഇംഗ്ലീഷില്. എന്തിനെ പറ്റിയാണ് സ്പീച്ച് പറഞ്ഞത്? മാനസിനെ പറ്റി. അപ്പൊ മാനസിനെ പറ്റി എന്തായാലും നമ്മളെ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വേണ്ടി നിങ്ങളൊരു 2 വരി നല്ല മാനേഴ്സ് എന്തെങ്കിലും ഒക്കെ ഒരു പോയിന്റ്സ് ഒക്കെ ഒന്ന് പറഞ്ഞേരി. യു ക്യാൻ ടോക്ക് ഇൻ ഇംഗ്ലീഷ്. Good manners show the respect of everyone. Good manners is important because it contains many these words. ഓക്കെ. ഗുഡ് മാനേഴ്സിനെ കുറിച്ച് സ്കൂളിൽ സംസാരിച്ചിട്ടുണ്ടല്ലേ. അപ്പോൾ നിങ്ങൾ ഗുഡ് മാനേഴ്സിനെ കുറിച്ച് പറയൽ മാത്രമാണോ, അല്ലെങ്കിൽ നല്ല ഗുഡ് മാനേഴ്സിലാണോ എല്ലാവരോടും? അമ്മനോടൊക്കെ ചോദിച്ചു നോക്കട്ടെ, വീട്ടിലൊക്കെ നല്ല മാനേഴ്സിലാണോ? മാഷാ അല്ലാ, നല്ല കോൺഫിഡൻസിലാണല്ലോ. അപ്പോൾ പിന്നെ നല്ലൊരു ആളാണ് നമ്മുടെ മുന്നിലിരിക്കുന്നത്, പീസ് റേഡിയോയിൽ വന്നിട്ടുള്ളത്. മാഷാ അല്ലാ. അപ്പോൾ ഗുഡ് മാനേഴ്സ് ഫോളോ ചെയ്യുന്നതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? What are the benefit if you have a good manners or good character? Respecting, helping. ഓക്കെ. റെസ്പെക്ട്, ഹെൽപ്പിങ് എല്ലാം ഉണ്ടാവും അല്ലേ? ഓക്കെ. അതിലുപരി ഒരു കാര്യം ഉണ്ടാവും അല്ലേ, നമ്മൾ ഗുഡ് മാനേഴ്സ് ആണെങ്കിൽ പേരൻസിന് നമ്മളെ ഇഷ്ടം ഉണ്ടാവും അല്ലേ? പേരൻസിന് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ ആർക്കോ കൂടി നമ്മളെ ഇഷ്ടം ഉണ്ടാവും. ആരാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ഇഷ്ടമുണ്ടാവും. അള്ളാഹിന്റെ ഇഷ്ടമല്ലേ നമുക്ക് ഏറ്റവും പ്രൈമറി ആയിട്ട് വേണ്ടത്. അതുണ്ടെങ്കിൽ എന്തുണ്ടാവും? സ്വർഗത്തെ പോലല്ലേ നമ്മളെ ഉദ്ദേശം. അപ്പൊ അള്ളാഹിന്റെ ഇഷ്ടമാണ് വേണ്ടത്. അള്ളാഹിന്റെ ഇഷ്ടം വേണമെങ്കിൽ നല്ല മാനേഴ്സ് ഉണ്ടാവണം. വേറെ എന്തൊക്കെ വേണം അള്ളാഹിന്റെ ഇഷ്ടം ഉണ്ടാവാൻ? ഓക്കെ. അപ്പോ നിസ്കരിക്കലുണ്ട് അന്നൊക്കെ? എല്ലാ വക്തും നിസ്കരിക്കുവാ? ഇന്നലെ എല്ലാ വക്തും നിസ്കരിച്ചിട്ടില്ല എന്ന് തോന്നുന്നില്ല. ഇനിയെല്ലാം നിങ്ങള് കുറച്ച് വലുതാകുമ്പോ എല്ലാ നിസ്കാരം ഫുള്ളായിട്ട് നിസ്കരിക്കും അല്ലേ? വിളിക്കാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ തന്നെ എണീച്ച് നിസ്കരിക്കൂലേ? മാഷാ അല്ലാ. നല്ല കുട്ടിയാണിത്. നല്ല അപ്പൊ അള്ളാഹ്ക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് ഇപ്പൊ പോകുന്നത്. അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. ഖുർആനൊക്കെ കുറച്ചും കൂടി എന്ത് ചെയ്യുക, ബൈഹാർട്ട് ചെയ്യുക. നല്ല സോങ് ഒക്കെ പാടാനുള്ള വോയിസ് ഒക്കെ ഉണ്ട്. ആ വോയിസ് ഖുർആൻ റിസൈറ്റ് ചെയ്യാൻ കൂടെ എന്ത് ചെയ്യുക, നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ അള്ളാഹിന്റെ തൗഫീഖ് കൂടുതൽ ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. ഇവിടെ നമുക്ക് ഖുർആൻ നമ്മൾ സോങ് പാടുമ്പോൾ നമ്മൾ എന്തോന്ന് ഫോളോ ചെയ്യും, അതിന്റെ എന്താണ് ട്യൂണൊക്കെ നോക്കൂലേ? അത് പെർഫെക്റ്റ് ആക്കാൻ നോക്കല്ലേ? അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ഖുർആൻ ഓതുമ്പോൾ എന്ത് ചെയ്യുക, ഇതിനെന്തോന്ന് പറയും ഖുർആന്റെ റൂൾസിന്? തജ്വീദ് എന്ന് കേട്ടിക്കാം. ആ തജ്വീദ് ഖുർആനൊക്കെ റിസൈറ്റ് ചെയ്യുന്ന റൂൾസ് ഒക്കെ എന്ത് ചെയ്യുക, ഫോളോ ചെയ്യുക. അപ്പോൾ റൂൾസിനെ പറ്റിയുള്ള ബുക്കൊക്കെ ഇവിടെ ഉണ്ട്. അത് കണ്ടിരുന്ന തജ്വീദ് പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്. അതിൽ നമുക്ക് എന്ത് ചെയ്യുക, QR കോഡ് ഉണ്ട്. അത് സ്കാൻ ചെയ്താൽ അതിൻ്റെ വീഡിയോ കിട്ടും. ആ റൂള് കണ്ടെയ്ൻ ചെയ്യുന്ന ഖുർആൻ ആയത്തിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് കിട്ടും. അപ്പോൾ അത് കണ്ടൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് ഖുർആന് ആ റൂൾസിനനുസരിച്ച് റിസൈറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അള്ളാഹ്ക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവും. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അത് ഫോളോ ചെയ്യില്ലേ? അതൊക്കെ വാങ്ങിത്തരാനൊക്കെ പറയണം. ഇൻഷാ അല്ലാഹ്. ഓക്കെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ നിങ്ങൾ പീസ് റേഡിയോയിൽ വന്ന് വളരെ സന്തോഷങ്ങളായിട്ട് സംസാരിച്ചതിൽ വളരെ സന്തോഷം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഇൻഷാ അല്ലാഹ്. കരിയറിലും ജീവിതത്തിലൊക്കെ നല്ല രീതിയിൽ അള്ളാഹു എൻ്റെ തൗഫീഖ് നൽകുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Peace Radio.
Tune to reality. Assalamu alaikum. Walaikum assalam. Okay, what is your name? Mahmoud Hudayfa. Muhammad Hudayfa. From which place? Sharjah. Sharjah. And India? Which Yeah. place? India. Uttanallur. Uttanallur, which is close to which areas in Tamil Nadu? Can you tell the big city nearby you? Which airport are you going when you go to India? India. Chennai? Chennai airport? Yeah. Okay. It's close to Chennai? Okay. Okay, mashallah. So you, which school are you studying? India International School. Indian International School. And the grade? 4th. Oh, that's nice. Okay. So you are here to sing a song? Huh? Yes? Okay. So, yes, please, you can take the mic and we'll discuss after that. Okay. Yeah. Like which song? We need an Islamic song which give a good message. You know that? Okay. So otherwise you will recite Quran. Okay. Okay. I will decide for that. Okay. Whatever you like. You have 114 surahs in Quran. You can recite any. I will Open. decide for that. Okay. Inshallah. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين. Okay. Mashallah. Great. Great. Okay. Mashallah. Okay. Now let me ask some questions. Okay. Which subject do you like in the school most? I like English. English? Okay. So, English, you read English books? Yeah. Did you buy any book today? Yeah. Today, did you buy any book? No, I didn't buy anything. Okay. You will buy or not? No, I didn't buy anything. Okay. Why? You did not get any book you like? No, There are so many books. You don't like any book here. I You- like in Peace Radio and Wisdom Books, we have a lot of books in English also. Okay, you can try with that. Okay, which will give you a good message and about some poems regarding the prophets and some stories from Quran, stories of prophets like that. Okay, you have many books. Okay, so how many surahs you remember from Quran other than Fatiha? I'm Peace Radio. Tune to reality.